കേരം തിങ്ങിയും കേരളം നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് കേരം മാത്രമല്ല, അനുഗ്രഹീതരായ നിരവധി കലാകാരന്മാരെ കൊണ്ടുകൂടി നിറഞ്ഞതാണ്. കവിതയെ തെരിയുമാ എൻ കനവ് നീ താനടി, ഇതയമേ തെരിയുമാ ഉനക്കാകവേ നാനടി. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചേഴ്സിന്റെ മിമിക്രി ആണ് ഫസ്റ്റ് തുടങ്ങുന്നത്. മിമിക്രിയിലും ഗുരുനാഥന്മാരെയാണ് ഗുരുക്കന്മാരായി ഏറ്റെടുത്തത്. സന്തോഷ് வா உட்காரு, கேரம் போர்டு ஆடலாம்னு சொல்லுவீங்க, நான் கூட ஏதோ ஆடணும்னு நினைப்பேன். ഈ കോളേജ് ജീവിതം നമ്മൾ ഓർത്തെടുക്കുമ്പോൾ എന്താണ് നമുക്കൊരു ഓർമ്മയിലേക്ക് ഇങ്ങനെ കൂത്തിരി പോലെ കത്തി വരുന്ന സാധനം? ஆயுஷ்மான் பவா. எல்லாருக்கும் ரொம்ப நாள் வாழணுங்கிற ஆசை இருக்கு, ஆனா யாருக்கும் வயசான வாழணுங்கிற ஆசை இல்லை. கண்ணு கீழே கிடந்தேன்னு கொடுத்தேன்னு அது என்னதான் பாரு, ബുള്ളറ്റ്സ് കൂടെ ഏകിട്ടതാ ഇരിക്കുന്നത്. അതെ, ക്ലാസ്സിൽ ഉറങ്ങുന്ന ഒരു സമയത്ത് സാർ അത് കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു. ആദ്യം എന്നെ വഴക്ക് പറഞ്ഞു, എന്താ ഈ കിടന്ന് ഉറങ്ങുന്നതെന്ന് ചോദിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് പുള്ളിക്ക് കൊണ്ടുവന്ന് ചായ പുള്ളി എനിക്ക് തന്നു. നമസ്കാരം, ഞാൻ സുരേഷ്. മലനാട് മഹോത്സവത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കേരം തിങ്ങിയും കേരളം നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് കേരം മാത്രമല്ല, അനുഗ്രഹീതരായ നിരവധി കലാകാരന്മാരെ കൊണ്ടുകൂടി നിറഞ്ഞതാണ്. നമ്മൾ കേരളത്തിലുടനീളം ഒന്ന് യാത്ര ചെയ്താൽ ഓരോ കവലയിൽ എത്തിച്ചേരുമ്പോഴും അവിടെ ഒരു ഫ്ലെക്സ് കാണും. ഒന്നോ അതിലധികമോ അതിലെഴുതിയിട്ടുണ്ടായിരിക്കും, എൻ്റെ മകൾ അല്ലെ ഇന്നാരുടെ മകൻ അവരുടെ ഇന്ന കലയിലുള്ള അരങ്ങേറ്റമാണ് ഇന്ന ക്ഷേത്രത്തിൽ വെച്ച് ഇന്ന പള്ളിയിൽ വെച്ച് നടത്തുന്നത്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നമ്മുടെ നാട് തികച്ചും ദൈവത്തിൻ്റെ നാട് മാത്രമല്ല, അനുഗ്രഹീതരായ കലാകാരന്മാരെയും കലാകാരികളെ കൊണ്ട് നിറഞ്ഞത് കൂടിയാണ്. അങ്ങനെയുള്ള വളരാൻ ആഗ്രഹിക്കുന്ന കലാകാരന്മാരെയും കലാകാരികളെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് മലനാട് ടിവിയുടെ മലനാട് മഹോത്സവത്തിലൂടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു പ്രിയ കലാകാരനാണ്, കട്ടപ്പനയിൽ നിന്നാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കലാകാരന്മാരുള്ള ഒരു പ്രദേശമാണ് കട്ടപ്പന എന്ന രീതിയിൽ യാതൊരുവിധമായ സംശയമില്ല. സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീകുമാർ രാജേന്ദ്രൻ. വെൽക്കം. താങ്ക് യു സോ മച്ച്. എന്താണ് വിശേഷങ്ങളൊക്കെ? കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. കുഴപ്പമില്ലയോ? സാറിനെ എല്ലാവരും ചോദിച്ചാൽ പറയുന്നത് സുഖമാണെന്നാണ്. ഇനി സുഖം ഇല്ലെന്ന് പറഞ്ഞാലും എന്നെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. അപ്പം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് മുന്നോട്ട് സുഖമായിട്ട് പോവുക. ഈ മിമിക്രി എന്ന ഒരു അസുഖം തുടങ്ങിയിട്ട് എത്ര നാളായി? മിമിക്രി ഇപ്പം ഞാൻ 2009 മിമിക്രിയിൽ ആദ്യം. 2009? അതെ, എൻ്റെ ഫസ്റ്റ് ചാനൽ ഷോ ഏഷ്യാനെറ്റ് പ്ലസിൽ വരുന്നത് 2011. ആദ്യം എവിടെ നിന്നായിരുന്നു ഇത് ഇങ്ങനെ എന്നിലൊരു അനുഗ്രഹീത മിമിക്രി കലാകാരനുണ്ടെന്ന് കണ്ടെത്തിയത്? നാട്ടിലെ സ്റ്റേജുകളിൽ നിന്നൊക്കെ ആയിരുന്നു? അതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചേഴ്സിന്റെ മിമിക്രി ആണ് ഫസ്റ്റ് തുടങ്ങുന്നത്. മിമിക്രിയിലും ഗുരുനാഥന്മാരെയാണ് ഗുരുക്കന്മാരായി ഏറ്റെടുത്തത്. അവർ കാണിച്ചിട്ടുള്ള മിമിക്രിയാണ്, അവരെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു മിമിക്രി തുടങ്ങിയത്. അതെ അതെ അതെ. ഈ കട്ടപ്പനയിൽ ശരിക്കും ഏത് പ്രദേശത്താ താങ്കളുടെ വീട്? കട്ടപ്പന നേതാജി റോഡ് എന്ന് പറയും. നേതാജി എന്താണ്? നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ കേട്ട് നാട്ടുകാർ ചേർന്നിട്ട പേരാണോ ഈ നേതാജി എന്ന സ്ഥലം? അല്ലല്ല, പിന്നെ അത് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. ഞാൻ ജനിച്ചപ്പോൾ മുതലേ കേൾക്കുന്ന പേരാണ്. എന്നാ പിന്നെ അത് പറഞ്ഞ പോലെ ഞാൻ ജനിച്ചപ്പോഴാണ് ഈ സ്ഥലത്തിന് ആ പേര് വന്നത്. അപ്പൊ താങ്കളുടെ പേരിലായിരിക്കും ഒരു പക്ഷേ നേതാജി എന്ന പേരിട്ട. ഓക്കെ, ഈ മിമിക്രി സ്കൂളുകളിൽ അവതരിപ്പിച്ചു. അതിനുശേഷം നാട്ടിലെ നമ്മുടെ പ്രധാനമായിട്ട് നമ്മൾ ഓണം അതുപോലുള്ള ആഘോഷ വേളകളിലാണ് ഇത്തരത്തിലുള്ള കലാകാരന്മാരെ കണ്ടെത്തുന്നത്, അല്ലേ? ഒഴിഞ്ഞ വേദികളിലൊക്കെ. അപ്പൊ ഇപ്പൊ നമ്മുടെ റീൽസിലൊക്കെ വരത്തില്ലേ, ഒഴിഞ്ഞ വേദിയിൽ ഒരാൾ പാടുന്നു, ഒരു ചെറിയൊരു 5 മിനിറ്റ് സമയം കിട്ടി അവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു. അങ്ങനെ താങ്കളുടെ ജീവിതത്തിൽ തനിക്കൊരു എൻട്രി എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഓർമ്മയിലുണ്ടോ? എൻട്രി ഉണ്ടായത് സ്കൂളിലെ ആദ്യത്തെ പ്രോഗ്രാം സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവൽ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കായംകുളത്ത് ഒരു അമ്പലത്തിലൊരു പ്രോഗ്രാം ചെയ്തപ്പോൾ എനിക്കൊരു നോട്ടുമാലയൊക്കെ കിട്ടി. അപ്പോഴെനിക്ക് തോന്നി ഓക്കെ, കാശ് മേടിച്ചുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രോഗ്രാം അല്ലേ? സ്വന്തം നാട് വിട്ട് വേറൊരു സ്ഥലത്ത് നിന്ന് പ്രോഗ്രാം ചെയ്യുമ്പോൾ നോട്ടുമാല ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ജൈത്രയാത്ര തുടങ്ങിയത്. അതെ അതെ, വളരെ നല്ല കാര്യമാണ്. മഹാലക്ഷ്മി വന്നു കയറി, പിന്നെ എന്ത് വേണം? ഓക്കെ, അങ്ങനെ ആദ്യത്തെ പരിപാടി കഴിഞ്ഞ് അന്ന് ഏത് ക്ലാസ്സിലായിരുന്നു പഠിച്ചത്? അന്ന് ഞാൻ പ്ലസ് ടു സമയത്താണ്. ഒരുപാട് ആരാധികമാരൊക്കെ അന്ന് ഉണ്ടായിരിക്കും, യാതൊരു സംശയമില്ല. കട്ടപ്പനയിലെ കുട്ടപ്പന ഒരു കൊഞ്ചു പുഞ്ചിരി മുഖത്ത് വന്നിട്ടുണ്ട്. സന്തോഷം ആ കാലത്തേക്ക് പോയി എന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം ഈ വേദികളിലൊക്കെ സാധാരണയായിട്ട് പിന്നെ വേദികളിലാണ്, ഉത്സവ പറമ്പുകളാണ് നമ്മുടെയൊക്കെ ഒരു വിഹാര രംഗം എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു യാത്ര തുടങ്ങിയത്? അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോക്കസ് ചെയ്തത്, എനിക്ക് രാജാ സാഹിബ് എന്ന് പറഞ്ഞൊരു ഗുരു ഉണ്ട്. അദ്ദേഹം മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, എല്ലാവർക്കും അറിയാം. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഏഷ്യാനെറ്റ്, അത് എൻ്റെ ഒരു പെർഫോമൻസ് അദ്ദേഹത്തിന് ഞാൻ ആദ്യം കാണിച്ചു കൊടുത്തു. എൻ്റെ ഒരു പരിചയത്തിലുള്ളതാണ്. അപ്പം ആളത് കണ്ടതിന് ശേഷം ഇംപ്രസ്ഡ് ആയിട്ട് എന്നെ ചാനലിലേക്ക് ഡയറക്റ്റ്
വിളിക്കുമായിരുന്നു ഏഷ്യാനെറ്റ് പ്ലസിലെ ഹ്യൂമറസ് ടോക്ക് ഷോ എന്ന് പറഞ്ഞൊരു പരിപാടിയിലേക്ക്. ഹ്യൂമറസ് ടോക്ക് ഷോ, അതെ അതെ അതിലൂടെയാണ് ആദ്യം വന്നത്. അതെ, അതിലൂടെയാണ് ആദ്യം വന്നത്. അപ്പൊ ഈ നമ്മുടെ ഈ കത്തിക്കുത്ത് പരസ്പരം ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് ബോറടിക്കുന്നുണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും മിമിക്രിക്കാരൻ എന്ന് പറയുമ്പോൾ അവരെല്ലാം മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് ഏതെങ്കിലും ഒരു നടന്റെ ശബ്ദം കേൾക്കാനായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്കൊരു നടന്റെ ശബ്ദം, അന്ന് രാജാ സാഹിബിന്റെ മുന്നിൽ അവതരിപ്പിച്ചത് എന്തായിരുന്നു ശബ്ദം എന്ന് ഇന്ന് ഓർമ്മയുണ്ട്? അന്ന് ചെയ്തത് വിജയ്, ജയം രവി ഒക്കെയാണ് ചെയ്തത്. ജയൻ രവി. എന്നാ പിന്നെ അത് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ ആദ്യത്തെ വെടിക്കെട്ട്. ഓക്കെ. சந்தோஷ் வா உட்காரு. கேரம் போர்டு ஆடலாம்னு சொல்லுவீங்க. நான் கூட ஏதோ ஆடணும்னு நினைப்பேன். ஆனா நீங்க என்ன ஜெயிக்க வைக்கதான் நினைச்சுக்கிட்டு ஒயிட்டை போடு, பிளாக்கு போடு, ரெட்டு ஜாக்கிரதை என் கை இப்படியே பிடிச்சிக்கிட்டு என் ஆட்டத்தை கூட நீங்களே ஆடுற, அப்புறம் நான் எதுக்குப்பா ஆடணும்? അപ്പൊ സ്കൂളിൽ നിന്നാണ് നമ്മൾ വന്ന് നിൽക്കുന്ന. ഗുരുനാഥന്മാരിൽ നിന്ന് പഠിച്ചു രാജാ സാഹിബിൽ വരെ വന്ന് എത്തി നിൽക്കുകയാണ് അല്ലേ? അതെ. പഠിച്ച സ്കൂളിന്റെ പേര് ഓർമ്മയുണ്ടല്ലോ? SHOHS, പിന്നെ ശ്രീ വിക്ടോബ ഹയർ സെക്കൻഡറി സ്കൂൾ. SHO SHOHS എന്താ എന്റെ ഫുൾ ഫോം? സെക്രട്ടേറിയറ്റ് ഓർഫനേജ് ഹൈസ്കൂൾ. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് കോളേജ് ലെവലിലേക്ക് വന്നു. അതെ അതെ. കോളേജിലെ മിമിക്രിയൊക്കെ പറയുമായിരുന്നു? ചെയ്തിട്ടുണ്ട്. ഈ കോളേജ് ജീവിതം അങ്ങോട്ട് ഓർത്തെടുക്കുമ്പോൾ എന്താണ് നമുക്കൊരു ഓർമ്മയിലേക്ക് ഇങ്ങനെ പൂത്തിരി പോലെ കത്തി വരുന്ന സാധനം? ചിരിയുണ്ട് ഉണ്ട്, ഒരു സംഗതി അതിനകത്ത്. അത് ഞാൻ ക്ലാസ്സിൽ ഫുൾ ഉറക്കമായിരുന്നു. പ്രതീക്ഷകളോടാ ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോ പറയും ഉറക്കമായിരുന്നു. ഈ ഉറങ്ങാനാണെങ്കിൽ എന്തിനാടാ കോളേജിൽ പോയെ എന്നാ ഇപ്പൊ ചോദിക്കട്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ. ക്ലാസ്സിൽ ഉറങ്ങുന്ന ഒരു സമയത്ത് സാർ അത് കണ്ടിട്ട് എന്റെ അടുത്ത് ചോദിച്ചു. ആദ്യം എന്നെ വഴക്ക് പറഞ്ഞു, എന്താ ഈ കിടന്ന് ഉറങ്ങുന്നതെന്ന് ചോദിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് പുള്ളിക്ക് കൊണ്ടുവന്ന് ചായ പുള്ളി എനിക്ക് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട സാർ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു മര്യാദയ്ക്ക് കുടിക്കട എന്ന് പറഞ്ഞിട്ട് കുടിപ്പിച്ചിട്ടുണ്ട്. ബെസ്റ്റ്. മിമിക്രി അനുകരിക്കുന്നത് കൊള്ളാം, പക്ഷെ ചായ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ആരും സ്കൂളിൽ കയറി ഉറങ്ങിക്കറയരുത് കേട്ടോ. എല്ലാ സാറുമാരും ഇദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരെ പോലെ ഉള്ളവരായിരിക്കണമെന്നില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമുക്കിനി ചായയിൽ നിന്ന് മുന്നോട്ട് പോകാം. അങ്ങനെ അനുകരിച്ചു കോളേജിലായി. കേരളത്തിൽ ഇനി ഏതെങ്കിലും ചാനലുകൾ സൂര്യ TV ഉണ്ട്, ബാക്കിയുണ്ട്. ബാക്കി എല്ലാ ചാനലിലും പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. എവിടെ നിന്നായിരുന്നു, ഏത് ചാനലിൽ നിന്നായിരുന്നു ഇതിന്റെ ഒരു തുടക്കം? ഒരു ഫ്ലവേഴ്സ് TV. ഫ്ലവേഴ്സ് TV ആണല്ലേ? കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അതില് 44 എപ്പിസോഡ്. 44 എപ്പിസോഡ് അതിൽ ചെയ്ത അല്ല, 44ാമത്തെ എപ്പിസോഡ്. ഞാനൊന്ന് വിരണ്ടു പോയി. ആരെയാ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നില്ലത്, ആരോടാണ് സംസാരിക്കുന്നത്? നമിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, എന്നാലും നമിക്കും അടുത്ത പരിപാടികളൊക്കെ വന്നു കഴിയുമ്പോൾ. സൂര്യയുടെ ശബ്ദവും അതുകൂടാതെ ജയം രവിയുടെ ശബ്ദവും പിന്നെ അജിത്തിന്റെ ശബ്ദമായിരുന്നു. അപ്പം നമുക്ക് ഈ ശബ്ദങ്ങൾ ഇനി അങ്ങോട്ട് വേണ്ട, നമുക്ക് സ്റ്റോക്ക് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമാക്സ് പോകും. അപ്പം അതുകൊണ്ട് നമുക്ക് ഇനിയും ആ ജയൻ രവിയുടെ ഓൾറെഡി നമ്മൾ അനുകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും വരുന്നത് സൂര്യ അല്ലേ? അപ്പം നമുക്ക് സൂര്യയുടെ ശബ്ദം ഒന്ന് കേൾക്കാം. എന്താ? ഓക്കെ. ആയുഷ്മാൻ ഭവ. എല്ലാവർക്കും ரொம்ப நாள் வாழணுங்கிற ஆசை இருக்கு. ஆனா யாருக்கும் வயசான வாழணுங்கிற ஆசை இல்லை. என்ன பாரு மித்ரா, வாழவே வயசாயிருச்சு மித்ரா. இப்படி ஒரு வாழ்க்கைனால வாழ முடியாது. என்னை பார்த்து பயந்தவங்க எல்லாம் என்னை பார்த்து பரிதாபப்படுவான். நான் உன்னை தனியங்க விட்டுட்டு வந்திருக்க கூடாது. தனியங்க விட்டுட்டு வந்திருக்க கூடாது பாய். எல்லாம் என்னாலத்தான் பாய், எல்லாம் என்னாலத்தான். யாரு? எப்படி? யாரா? எப்படிடா? என் சந்துரு எவனால இப்படி சாச்சிருக்க முடியாது. எப்படிடா நடந்தது? யாரு? சந்துரு 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 சந்துரு. ஐயா நீங்க ரொம்ப சீரியஸ் ஆச்சு. என்ன ஆயிடுச்சு? കൺഗ്രാജുലേഷൻ, നല്ല இருக்குது. അപ്പൊ അത് അങ്ങോട്ട് പൊളിച്ചു. ഇനി നമുക്ക് അടുത്ത നമുക്ക് വിജയുടെ വോയിസ് തന്നെ. വിജയുടെ വോയിസ്. അപ്പൊ വിജയ്, എനിക്കൊന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തമിഴ് സിനിമാ നടന്മാരെ ഫാൻസ് ഉള്ളത് വിജയുടെ ആണെന്ന് കേരളത്തിൽ അല്ലേ? താങ്കൾ വിജയ് ഫാൻ ആണോ? വിജയുടെ ഫാനാണ്. എല്ലാ നടന്മാരെയും നമ്മളങ്ങനെ ഭയങ്കര അന്യായ പൊളിറ്റിക്സ് ആണല്ലോ ഇവിടെ. നമ്മുടെ നാട്ടിൽ ചോദിക്കത്തില്ലേ, ഒന്ന് പറഞ്ഞു ചോദിക്കത്തില്ലേ, മോഹൻലാലിനെയാണോ ഇഷ്ടം മമ്മൂട്ടിയാണോ ഇഷ്ടം? മമ്മൂട്ടിയാണോ ചോദിച്ചാൽ മോഹൻലാലിൻ്റെ നല്ല കോമഡി വേഷങ്ങളൊക്കെ ചെയ്യും, നമുക്ക് നല്ലതായിട്ട് ചില റോളൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യും. രണ്ടുപേരെയും എനിക്ക് ഇഷ്ടമാണ്. ഇത് മലയാളിയുടെ സ്ഥിരം ഡയലോഗാണ്, കേട്ട് കേട്ട് തഴപ്പിച്ചിരിക്കുകയാണ്. മാറ്റി പിടിക്കണ്ട. ഇത് കലാകാരന്മാരോട് പൊതുവെ അല്ല നമ്മള് പാർഷ്വാലിറ്റി നമുക്ക് വേണ്ട, അതാണ് വേണ്ടത് അല്ലേ? നമുക്ക് ആരാധനയില്ല, എല്ലാവരോടും സ്നേഹവും, എല്ലാവരുടെയും സ്നേഹം ആസ്വദിക്കുന്ന ആളാണ്. അപ്പൊ അതങ്ങോട്ട് സ്നേഹവും ആരാധനയൊക്കെ നമ്മളെ മറക്കല് വലിയ നടനൊക്കെ ആയി കഴിയുമ്പോൾ ഓക്കെ. കാരണം മിമിക്രിയിൽ നിന്നാണല്ലോ എല്ലാവരും വരുന്നത്. സ്ഥലം എവിടെയാണെന്നാ പറഞ്ഞേ? കട്ടപ്പന. കട്ടപ്പനയിൽ നിന്നും വേറെ താരങ്ങളായിട്ട് ഉദിച്ചു വരുന്ന കുറെ ആളുകളുണ്ടല്ലോ അല്ലേ? കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ.
അല്ല അത് സ്റ്റാറായിരുന്നു. അല്ലാതെ ഒരുപാട് പേരുണ്ട്. കട്ടപ്പന എന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമകൾ ഷൂട്ടിങ് നടക്കുന്നുണ്ട് അല്ലേ. കുറേ കലാകാരന്മാർ അവിടെ നിന്ന് ഇവിടെ നിന്ന്, അടിമാലി, അതുപോലെ തന്നെ നെടുങ്കണ്ടം, ആ ഏരിയയിൽ നിന്നൊക്കെ ഒരുപാട് കലാകാരന്മാർ മലയാള സിനിമയിലേക്ക് വരുന്നു. അപ്പോൾ താങ്കളുടെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സിനിമയായിരിക്കും. കാരണം മിമിക്രി എന്ന് പറയുന്നത് മലയാള സിനിമയിലേക്കുള്ള ഒരു എൻട്രി പാസ്സാണ് അല്ലേ. തന്നെയുമല്ല, ഇപ്പം മിമിക്രി എന്നത് കേരള ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്ന ഒരു അംഗീകൃത കലയായിട്ടും മാറിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും മിമിക്രി അതിൻ്റെ ആദ്യകാലത്തുണ്ടായ തലത്തിൽ നിന്നും അങ്ങനെ വളർന്ന് പന്തലിച്ച് എല്ലാവരിലേക്കും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. മിമിക്രി ഇഷ്ടപ്പെടാത്ത ആരുമില്ല, അതാണ് സത്യം എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ ഫ്ലവേഴ്സ് ചാനലിൽ നിന്നും അടുത്ത ഏത് ചാനലിലേക്കായിരുന്നു താങ്കൾ യാത്ര ചെയ്തത്? ഫ്ലവേഴ്സിൽ നിന്നും മഴവിൽ മനോരമ. മഴവിൽ മനോരമ. അവിടെ എന്തായിരുന്നു പ്രോഗ്രാം? അവിടെ ഈ നടന്മാരെയൊക്കെ ആയിരുന്നു? അവിടെ കുറച്ച് കൂടുതൽ ആർട്ടിസ്റ്റുകളെ ചെയ്തിരുന്നു. തമിഴ് ആർട്ടിസ്റ്റുകളാണ്. ഇനിയും നമ്മുടെ സ്റ്റോക്കിലുള്ള തമിഴ് ആർട്ടിസ്റ്റ് ആരാണ് ബാക്കിയുള്ളത്? നമുക്ക് ഇളയ ദളപതി വിജയുടെ വോയിസ് തന്നെ നോക്കാം. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഒരു വെറൈറ്റി ആയിട്ടല്ലേ, വേറെ രീതിയിലായിട്ടല്ലേ, അതല്ലേ? അതെ, ഇളയ ദളപതി വിജയുടെ വോയിസ്. கண்ணு கீழே கிடந்தேன்னு கொடுத்தேன்னு அது என்னதான் பாரு, புல்லட்ஸ் கூட என்கிட்ட தான் இருக்குது. நீ யூஸ் பண்ற புல்லட்டுக்கு கவர்மெண்ட்டுக்கு கணக்கு சொல்லணும். நான் எவனுக்கு கணக்கு சொல்ல தேவையில்லை. ഇഷ്ടத்துக்கு വിളയാടണം. പക്ക വിജയ് ഫാനാണ് കേട്ടോ, യാതൊരു സംശയമില്ല. താങ്കളൊരു മിമിക്രി ആർട്ടിസ്റ്റ് മാത്രമല്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലേ? അതെ അതെ, ഒരു പാട്ടുകാരനാണ്, ഗായകനാണ്. അതുകൂടാതെ താങ്കൾ സിനിമയിലും തൻ്റെ പ്രാഗൽഭ്യവും അതിലേക്ക് വരുന്നുണ്ട്, വിശേഷങ്ങളും ഒക്കെ ആയിട്ട്. അപ്പം നമുക്കൊരു ചെറിയ പാട്ട് കേട്ടിട്ട് മുന്നോട്ട് പോകാം. എന്താ ഒരു പാട്ട്? ഓക്കെ ഓക്കെ. കവിതയെ തെരിയുമാ എൻ കനവ് നീ താനടി, இதயமே தெரியுமா உனக்காகவே நானடி, இமை மூட மறக்கின்றதே ஆவலே, இதம் சொல்ல துடிக்கின்றதே காதலே, கவிதையே தெரியுமா என் கனவு நீ தானடி, കവിതയെ തെരിയുമാ. ഗാനമേള ട്രൂപ്പുകളിലൊക്കെ പാടാൻ പോകാറുണ്ടോ? ഇല്ലില്ല, പാട്ട് ഞാൻ അങ്ങനെ വളരെ കുറച്ചേ പാടും. എന്നാൽ ഈ മിമിക്രി ഒക്കെ പറഞ്ഞ് ഇങ്ങനെ അതിനിടയിൽ ഒരു പരീക്ഷണമൊക്കെ നടത്താറില്ല വല്ലപ്പോഴും? രണ്ട് ആൽബം ഡയറക്ട് ചെയ്തിട്ടുണ്ട്. 2 ആൽബം, സംഗീത ആൽബം. അതെ അതെ, സംഗീത ആൽബം ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിറിക്സ് ഒക്കെ? ലിറിക്സ് എന്റെ ബ്രദറാണ് എഴുതിയത്. പാടിയിരിക്കുന്നത് നമ്മുടെ സോളോ എന്ന് പറഞ്ഞ ദുൽഖറിന്റെ സിനിമയില് റോഷോമോൻ എന്ന് പറഞ്ഞ പാട്ട് പാടിയേക്കുന്ന. കുടുംബത്തെല്ലാവരും കലാകാരന്മാരാണ് അല്ലേ? അതെ അതെ, എല്ലാവരും കൂടെ ചേർന്നല്ലോ. അപ്പോൾ ഒരു നല്ല അന്തരീക്ഷമായിരിക്കും വീട്ടിൽ ഉണ്ടായിരിക്കാന്ന് പറയുന്നത്. എല്ലാവരും കലാകാരൻ. താങ്കൾ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ട് കേട്ടിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു ആ ഷോർട്ട് ഫിലിം? അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഷോർട്ട് ഫിലിംസ് ഞാൻ ഫസ്റ്റ് ചെയ്തിരുന്ന ഷോർട്ട് ഫിലിം 2015 ഹെൽന എന്നാണ് ആ ഷോർട്ട് ഫിലിമിന്റെ പേര്. ഹെൽന. അതെ, ആ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഒരു ഹെൽന ചോദിച്ചിട്ട് ഇടയ്ക്കിടെ, ഈ ഹെൽന എന്ന് പറയുന്നത് ഏതെങ്കിലും പെൺകുട്ടിയുടെ പേരാണോ അതോ എന്തെങ്കിലും മറ്റു അർത്ഥമുണ്ടോ അതിന്? അതൊരു പെൺകുട്ടിയുടെ പേരാണ്. പെൺകുട്ടിയുടെ പേരാണ് ഹെൽന. നല്ല പേരാകട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന്റെ അർത്ഥം ഓൾ ഈസ് വെൽ ദാറ്റ് എൻഡ് ഈസ് വെൽ എന്നാണ് ആ പേരിന്റെ അർത്ഥം. ഒന്നുകൂടെ പറഞ്ഞേ. ഓൾ ഈസ് വെൽ ദാറ്റ് എൻഡ് ഈസ് വെൽ. ഓൾ ഈസ് വെൽ ദാറ്റ് എൻഡ് ഈസ് വെൽ. ആ ഷോർട്ട് ഫിലിമിന്റെ കൺസെപ്റ്റുമായിട്ട് ആ പേരിന് ഒരു ഇതുണ്ട്. പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ഹെൽന എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിരിക്കുന്ന സൂര്യകിരൺ എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ സുഹൃത്താണ് ഇപ്പം വെളുത്ത മധുരം നായകൻ. അതെ, അതിലെ നായകനാണ്. വെളുത്ത മധുരം എന്ന സിനിമയിലെ നായകൻ. ഇപ്പൊ ഈയിടെ ശ്വേതാ മേനോൻ, സുധീർ കരമനയൊക്കെ അഭിനയിച്ച് പുറത്തിറങ്ങിയ സിനിമയിൽ ഇതിൽ താങ്കളുടെ ഷോർട്ട് ഫിലിമിലൂടെ. അതെ അതെ അതെ, ചുരുക്കി പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഒരു നായകനെ നൽകിയ, സംഭാവന ചെയ്ത ആളാണ് ശ്രീകുമാർ. അതെ അതെ, വളരെ സന്തോഷം. കാരണം ഒരു കലാകാരൻ നിങ്ങൾക്ക് പ്രോത്സാഹിക്കാൻ കഴിഞ്ഞല്ലോ. ഒരാളെ മെയിൻ സ്ട്രീം ഉള്ള ഒരു അഭിനേതാവായിട്ട് എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് കഴിഞ്ഞ ശേഷം ഏതായിരുന്നു രണ്ടാമത്തെ പ്രോജക്റ്റ്? രണ്ടാമത്തെ പ്രോജക്റ്റ് 302 പീനൽ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലയാള സിനിമയാണ്. സിനിമയാണ്. ഫുൾ സ്ക്രീനിലൊക്കെ കൈവച്ചിട്ടുള്ള ആളാണ്. അതെ അതെ, അതെ, അതിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. പിന്നെ തിറയാട്ടം എന്ന് പറഞ്ഞ അതിൽ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു 302. പിന്നെ തിറയാട്ടം എന്ന് പറഞ്ഞ ഫിലിമിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്തു. അത് റിലീസായിരുന്നു. ആ പടം റിലീസായ പടമാണ്. എത്ര വർഷമായി റിലീസായിട്ട്? ഈ വർഷം ഇറങ്ങിയതാണ്, 2024 ഇറങ്ങുന്നതാണ്. ഒരു 2 മാസം മുന്നേ, 24. അതുപോലെ തന്നെ കാതൽ എന്ന സിനിമയുടെ ഇത് ഒരാൾ തന്നെ. അങ്ങനെ മിമിക്രി വേദിയിൽ നിന്ന് ഒട്ടനവധി സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും അതുപോലെ ഡയറക്ടേഴ്സും ഒക്കെ മലയാള സിനിമാ വേദിയിലേക്ക് എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുൻപ് പറഞ്ഞത് മിമിക്രി എന്ന് പറയുന്നത് ഒരു മലയാള സിനിമയിൽ താങ്കളുടെ മനസ്സിലും അത്തരത്തിലുള്ള ഒരു സ്വപ്നമായിരിക്കും ഉണ്ടായിരിക്കുക.
സ്വപ്നം താങ്കൾ ഏതാണ്ട് അതിന് പടികൾ കയറി കഴിഞ്ഞു. കാരണം 2 സിനിമയിൽ കൈവച്ചിട്ടുണ്ട് ഇല്ലേ? അതെ അതെ തിരയാട്ടം ഒരു സിനിമ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു സിനിമ പുറത്തു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. 100 കണക്കിന് സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴാണ് അതിൽ കുറച്ച് സിനിമകൾ വെളിയിൽ വരുന്നത്. അപ്പോൾ എന്തായാലും അത് താങ്കൾ അതിൽ ഭാഗ്യവാൻ എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. അപ്പോൾ എന്താണ് ഇനി ഒരു ഡ്രീം പ്രൊജക്റ്റ് മനസ്സിൽ? ഒരു സിനിമയാണ് ലക്ഷ്യം എന്ന് പറയുമ്പോൾ എന്താണ് ഇനി ഒരു ഡ്രീം പ്രൊജക്റ്റ് മനസ്സിലുള്ളത് ദ ഹാർവസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയുടെ ഫുൾ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ദി ഹാർവസ്റ്റർ, ഒരു കൊയ്ത്തുകാലം. അതെ, പക്ഷേ ഇത് സാധാരണ കൊയ്ത്തല്ല, ആളുകളുടെ ഒരു ചെറിയൊരു സൈക്കോ ആളുകളെ കൊയ്യുന്ന പരിപാടിയാണ്. അത് ശരി. അപ്പോ സൈക്കോ ട്രാക്ക് ആണ് അല്ലേ? അതെ. അപ്പൊ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പ്രസന്റ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. നിർമ്മാതാവിനെ കാത്തിരിക്കുകയാണ്. അതെ. അപ്പൊ അതെന്തായാലും പെട്ടെന്ന് കിട്ടട്ടെ എന്നുള്ള ആശംസകളാണ്. ഇനി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് പ്രേക്ഷകരോട്? തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ഇത് കാണുന്നുണ്ട്. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരു നിറഞ്ഞ കലാകാരൻ, ഗായകനാണ്, എഴുത്തുകാരനാണ്, അങ്ങനെ കലയിലെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുള്ള ഒരാളാണ്. താങ്കളുടെ സുഹൃത്തുക്കളോട്, പ്രേക്ഷകർക്ക് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പം ഈ മലനാട് ടി.വിയുടെ ഈ ഒരു പ്രോഗ്രാമിന് എന്നെ ഇൻവൈറ്റ് ചെയ്ത ഫിൽ സർ, അതുപോലെ സുരേഷ് സാർ, നിങ്ങളോടൊക്കെ ഞാൻ എൻ്റെ നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കലാകാരൻ്റെ സ്വപ്നം എപ്പോഴും ഫിലിം തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു ഫിലിമിലേക്കുള്ള ഒരു നല്ല എൻട്രി ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതൊരു ഡയറക്ഷൻ മേഖലയിലും അതിലാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടായിരിക്കണം അത് നന്നായി വരാനായിട്ട്. താങ്ക് യു. തീർച്ചയായിട്ടും ശ്രീകുമാറെ, താങ്കളുടെ ആ ഒരു മധുരമായ സ്വപ്നം പൂർത്തീകരിക്കട്ടെ. വിവിധ കഴിവുള്ള ഒരു കലാകാരനെ ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. വീണ്ടും ഇത്തരത്തിലുള്ള കലാകാരന്മാർ എത്തുന്നതായിരുന്നു. മലനാട് മഹോത്സവം ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഞങ്ങളോട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. വീണ്ടും ഇത്തരത്തിലുള്ള നല്ല പരിപാടികൾ എത്തുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ വിത്ത് യുവർ പെർമിഷൻ ഹിയർ ബൈ സൈനിങ് ഔട്ട് ആസ് സുരേഷ് ആൻഡ് വിത്ത് ക്യാമറാമാൻ ആർ ജയേഷ്. താങ്ക് യു സോ മച്ച്.